27-ന് ഇന്ത്യയും ഇംഗ്ലണ്ടും സെമിയിൽ ഏറ്റുമുട്ടുമ്പോൾ 2022 നവംബർ 10-ന് സംഭവിച്ചത് ആവർത്തിക്കല്ലേ എന്ന പ്രാർത്ഥനയിലാണ് ഇന്ത്യൻ ആരാധകർ. അന്ന് ഇന്ത്യ ഉയർത്തിയ 169 റൺസ് വിജയലക്ഷ്യം വെറും 16 ഓവറിലാണ് ഇംഗ്ലണ്ട് മറികടന്നത്. അതും ഒരു വിക്കറ്റ് പോലും നഷ്ടപ്പെടാതെ. ജോസ് ബട്ട്ലറും അലക്സ് ഹെയിൽസുമാണ് ഇന്ത്യയുടെ പ്രതീക്ഷകൾ നശിപ്പിച്ചത്. അന്ന് ഇന്ത്യയുടെ ബാറ്റിങ്ങിൽ കോഹ്ലിയും ഹർദിക് പാണ്ഡ്യയും മാത്രമാണ് തിളങ്ങിയത്. എന്നാൽ ഈ ലോകകപ്പിൽ കോഹ്ലിയുടെ പ്രകടനം വളരെ നിരാശ സമ്മാനിക്കുന്നതാണ്. ഓപ്പണിങ്ങിൽ കളിക്കാൻ അദ്ദേഹം ആപ്റ്റല്ല എന്ന് പലതവണ തെളിയിച്ചെങ്കിലും പൊസിഷൻ മാറ്റാൻ രോഹിത് തയ്യാറല്ല. കോഹ്ലിയെ കൂടാതെ രവീന്ദ്ര ജഡേജയുടെ ഫോമും ചർച്ചയാവുന്നുണ്ട്. ഇന്നലത്തെ മാച്ചിൽ ജഡേജ ഒരു സിമ്പിൾ ക്യാച്ചും നഷ്ടപ്പെടുത്തിയിരുന്നു. ഫീൽഡിങ്ങിൻ്റെ കാര്യത്തിൽ ഏറ്റവും മോശം പ്രകടനമാണ് ടീം ഇന്ത്യ കാഴ്ചവെക്കുന്നത്. ഇന്നലെ തന്നെ മിച്ചൽ മാർഷിൻ്റെ ക്യാച്ച് ഒരു ശ്രമം പോലും നടത്താതെ ഋഷഭ് പന്ത് വിട്ടുകളഞ്ഞിരുന്നു. അതിൽ ക്ഷുഭിതനായി രോഹിത് പന്തിനെ ശകാരിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. ഫീൽഡിങ്ങിലെ പിഴവുകളും കോഹ്ലി, ശിവൻ ദുബെ, ജഡേജ എന്നിവരുടെ ഫോമുമാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. അതേസമയം ഇംഗ്ലണ്ട് പ്രാഥമിക റൗണ്ടിൽ നിന്ന് കഷ്ടിച്ച് സൂപ്പർ 8-ൽ കയറി വന്ന ടീമാണ്. കൂടാതെ സൂപ്പർ 8-ൽ സൗത്ത് ആഫ്രിക്കയോട് പരാജയപ്പെടുകയും ചെയ്തു. പക്ഷേ നോക്കൌട്ട് കളിക്കുമ്പോൾ ആ ദിവസത്തെ പ്രകടനം ഒന്ന് മാത്രമാണ് ജയവും പരാജയവും നിർണ്ണയിക്കുന്നത്. ഒരു ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ഫൈനൽ നടക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.